മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാട പർവവും കഴിഞ്ഞ് ഉദ്യോഗപർവത്തിലെ യുദ്ധകാര്യ ആലോചനയും പുരോഹിത സഞ്ജയ ദൗത്യങ്ങളും വിതുരന്റെ ഉപദേശങ്ങളും സഞ്ജയവാക്യവും ഭഗവാന്റെ ദേവദൂതവും ഭഗവത് വിശ്വരൂപവും കുന്ദീകരണ സമാഗമവും പടയൊരുക്കങ്ങളും ഉലൂകന്റെ ദൗത്യവും ശിഖണ്ഡിയുടെ കഥയും പൂർത്തീകരിച്ച് ഉദ്യോഗപർവവും സമാപിച്ചിരിക്കുന്നു. ഇനി പറയുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ 6ാമത്തെ പർവമായിട്ടുള്ള ഭീഷ്മപർവമാണ്. തുടരുന്നു. അങ്ങനെ പാണ്ഡവ കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ സ്ഥാനമുറപ്പിച്ചു. പാണ്ഡവ സൈന്യം കിഴക്കോട്ടും കൗരവ സൈന്യം പടിഞ്ഞാറോട്ടും അഭിമുഖമായിട്ടാണ് അണിനിരക്കുന്നത്. സേനാനായകന്മാരെ എല്ലാം തങ്ങളുടെ അക്ഷൗണികളെ നിരീക്ഷിക്കുകയും ആയുധശേഖരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. എല്ലായിടത്തും തിരക്കിട്ട ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇരുപാളയങ്ങളിൽ നിന്നും ശംഖുകളുടെയും പെരുമ്പറകളുടെയും മറ്റു വാദ്യാഘോഷങ്ങളുടെയും ഭയാനകമായ ശബ്ദകോലാഹലങ്ങൾ മുഴങ്ങിക്കേൾക്കാം. കൗരവ സൈന്യാധിപൻ ഭീഷ്മരും പാണ്ഡവ സൈന്യാധിപൻ ദൃഷ്ടദ്യുമ്നനും ഇരു സൈന്യങ്ങളുടെയും നടുവിലെത്തി തൊടുന്നനെ ശംഖുവിളികളും വാദ്യാഘോഷങ്ങളും നിലച്ചു. എങ്ങും നിശബ്ദത പരന്നു. യുദ്ധനിയമങ്ങൾ ക്ഷത്രിയർക്ക് അറിവുള്ളതാണെങ്കിലും യുദ്ധത്തിനു മുമ്പായി 2 സേനാനായകന്മാരെ താങ്കളുടെ സൈന്യങ്ങൾക്കു വേണ്ടി സത്യപ്രതിജ്ഞ നടത്തുന്നത് പതിവുണ്ട്. ആയതിലേക്കാണ് ഭീഷ്മരും ദൃഷ്ടദ്യുമ്നനും ഒരുമിച്ച് കൂടിയത്. എങ്ങനെയാണ് ഈ യുദ്ധം നടത്തേണ്ടത്? എങ്ങനെയെല്ലാം ചെയ്യുന്നത് ധർമ്മമായിരിക്കും? എന്തൊക്കെ ചെയ്താൽ അധർമ്മമായി തീരും? ഇതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ പ്രഖ്യാപിക്കുകയും തങ്ങളുടെ കീഴിലുള്ളവർ നിയമങ്ങളെ അനുസരിക്കുമെന്ന് ഈശ്വരനെ മുൻനിർത്തി ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. സാമാന്യ വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു: ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യരുത്. ആയുധം കയ്യിൽ നിന്ന് വീണവരെ പ്രഹരിക്കരുത്. തുല്യതയില്ലാത്തവർ തമ്മിൽ പോരാടരുത്. എന്തായുധം കൊണ്ടും ഇങ്ങോട്ട് നേരിടുന്നുവോ അതേ ആയുധം കൊണ്ട് മാത്രമേ അങ്ങോട്ട് എതിർക്കാവൂ. രഥിക്ക് രഥി, ഗജത്തിന് ഗജം, കുതിരയ്ക്ക് കുതിര, കാലാൾക്ക് കാലാൾ എന്നുള്ള നില പാലിക്കണം. ആയുധം വെക്കുന്നവൻ അഭയം കൊടുക്കണം. പോർക്കളത്തിന്റെ പുറത്തു നിൽക്കുന്നവന്റെ നേരെ അസ്ത്രപ്രയോഗം പാടില്ല. പരിചാരകൻ, അസ്ത്രവാഹകൻ, വാദ്യക്കാരൻ തുടങ്ങിയവർക്ക് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കാം. അവരെ ആക്രമിക്കരുത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സേനാനായകന്മാർ താങ്കളുടെ സൈന്യവലയത്തിലേക്ക് മടങ്ങി. ബേരിയും ദുന്ദുബിയും ശംഖുനാദവും വീണ്ടും മുഴങ്ങി. നായകന്മാർ സിംഹഗർജനം മുഴക്കി. സൈന്യങ്ങൾ അത് ഏറ്റെടുത്തു. എങ്ങും ഉത്സാഹം, തിമിർപ്പ് ദൃശ്യമായി. ഹസ്തിനപുരി മിക്കവാറും വിജനമാണ്. എല്ലാവരും കുരുക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. രാജകൊട്ടാരങ്ങളിൽ സ്ത്രീകളല്ലാതെ മറ്റാരും ശേഷിച്ചിട്ടില്ല. ധൃതരാഷ്ട്രൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടുകയാണ്. സഞ്ജയനല്ലാതെ മറ്റാരും അദ്ദേഹത്തിന്റെ അടുത്തില്ല. യുദ്ധത്തിന്റെ ഭീകരതയും അതിന്റെ ഫലത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠയും അദ്ദേഹത്തെ തികച്ചും അസ്വസ്ഥനാക്കി. ആ അവസരത്തിൽ വേദവ്യാസൻ രാജകൊട്ടാരത്തിലെത്തി. ധൃതരാഷ്ട്രൻ അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ച് ബഹുമാനിച്ചു. വ്യാസൻ പറഞ്ഞു: ജനങ്ങൾ നശിക്കുവാൻ പോവുകയാണ്. അതാർക്കും തടുക്കുവാൻ സംഗതിയല്ല. അധർമ്മമാണ് എല്ലാറ്റിനും ഹേതു. ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാകും. നിനക്ക് ഈ യുദ്ധം കാണണമെന്ന് മോഹമുണ്ടോ? എങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാക്കി തരാം. ധൃതരാഷ്ട്രർ പറഞ്ഞു: പ്രഭു, വേണ്ട. എനിക്ക് യുദ്ധം കാണേണ്ട. സ്വന്തക്കാർ പരസ്പരം കൊല്ലുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, എങ്കിൽ യുദ്ധവിവരങ്ങളെല്ലാം നടക്കുന്നത് പോലെ തന്നെ നിന്നെ പറഞ്ഞു കേൾപ്പിക്കുവാനുള്ള കഴിവ് സഞ്ജയന് നൽകാം. എൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ ദിവ്യദൃഷ്ടിയുള്ളവനായി തീരും. വ്യാസൻ ഇപ്രകാരം പറഞ്ഞിട്ട് സഞ്ജയനെ അരികിൽ വിളിച്ചു നിർത്തി അനുഗ്രഹിച്ചു. അരമനയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന സകല സംഗതികളും വ്യക്തമായി കാണുവാനും കേൾക്കുവാനും കഴിയുന്ന വിധത്തിൽ സഞ്ജയന്റെ ദിവ്യദൃഷ്ടി വികസിച്ചു. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുടെ മനോഗതികൾ പോലും മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് സഞ്ജയനുണ്ടായി. ധൃതരാഷ്ട്രരെയും സഞ്ജയനെയും ആശീർവദിച്ചിട്ട് വ്യാസൻ അപ്രത്യക്ഷനായി. കുരുക്ഷേത്രത്തിൽ അപ്പോഴേക്കും ഇരുഭാഗക്കാരും തങ്ങളുടെ സൈന്യങ്ങൾ വ്യൂഹം ചമച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധഭൂമിയിൽ വ്യവസ്ഥാപിതമായ വിധത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സൈന്യങ്ങളെ അണിനിരത്തി നിർത്തുന്നതാണ് വ്യൂഹം. വ്യൂഹത്തിന്റെ കണ്ണായ സ്ഥാനത്ത് പ്രധാനികളെ നേതാക്കന്മാർ നിലയുറപ്പിച്ചിരുന്നു. കൗരവ വ്യൂഹത്തിന്റെ മധ്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു:
വീരന്മാരെ, സന്തോഷത്തോടെ പോരാടുക. ക്ഷത്രിയൻ യുദ്ധക്കളത്തിൽ മരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. അപ്രകാരം മരിക്കുന്നവർക്കായി മോക്ഷകവാടം തുറന്നിരിക്കും. പ്രശസ്തരായ നിങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അദ്ദേഹം തൻ്റെ ശംഖ് ഉച്ചത്തിൽ വിളിച്ചു. അതിൻ്റെ മുഴക്കം കേട്ടു തന്നെ രാജാക്കന്മാരും യോദ്ധാക്കളും തട്ടഹസിച്ചു. പെരുമ്പറകളും വാദ്യാഘോഷങ്ങളും മുഴങ്ങി. യുധിഷ്ഠിരൻ കൗരവ സൈന്യത്തെ നിരീക്ഷിച്ചിട്ട് അർജുനനോട് പറഞ്ഞു, ബൽഗുണ, കൗരവ സൈന്യം എണ്ണത്തിൽ നമ്മുടേതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ സൈന്യത്തെ നിരത്തി നിർത്തുന്നതിന് പകരം ഒതുക്കി നിർത്തി ഏകാഗ്രമാക്കി ശത്രുക്കളെ എതിർക്കുന്നതിന് നീ ശ്രമിക്കണം. അപ്രകാരമാവാമെന്ന് അർജുനൻ സമ്മതിച്ചു. തൻ്റെ രഥം ഇരുസേനകളുടെയും മധ്യത്തിലേക്ക് തെളിയിക്കുവാൻ അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അനുസരണയുള്ള ഒരു തേരാളിയെപ്പോലെ കൃഷ്ണൻ അർജുനരഥം നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തി. അർജുനൻ കൗരവ സൈന്യത്തെ ഒട്ടാകെ എന്ന് വീക്ഷിച്ചു. ഭീഷ്മർ, ദ്രോണർ, കൃപൻ, അശ്വത്ഥാമാവ്, ദുര്യോധനൻ, ദുശാസനൻ, ജയദ്രഥൻ തുടങ്ങിയുള്ള നായകന്മാരെയെല്ലാം കണ്ടു. എല്ലാവരും വളരെയേറെ വേണ്ടപ്പെട്ടവർ, പിതൃതുല്യന്മാർ, ഗുരുനാഥന്മാർ, ഗുരുതുല്യന്മാർ, സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, പരിചിതർ. ഇപ്രകാരമുള്ളവരെ കണ്ടപ്പോൾ ഇവരോടാണല്ലോ താൻ യുദ്ധം ചെയ്യേണ്ടതെന്നോർത്ത് അദ്ദേഹത്തിൻ്റെ ഉത്സാഹം നശിച്ചു. അവൻ്റെ ധൈര്യം ഉലഞ്ഞു, ശക്തി ക്ഷയിച്ചു. അവൻ ക്ഷണനേരം കൊണ്ട് പരവശനായി, ദുർബലനായി തീർന്നു. അവൻ്റെ ഹൃദയം മതിച്ചു. അവൻ മോഹാലസ്യപ്പെട്ടു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് തേർത്തട്ടിൽ വീണു. നിൽക്കാൻ ശക്തനാകാതെ അവൻ തേരിലിരുന്നു. ഇത് കണ്ടപ്പോൾ പാർത്ഥസാരഥി തൻ്റെ ഇഷ്ടത്തോഴനെ ശീതോപചാരം ചെയ്ത് ഉണർത്തി. എന്താണ് അർജുനന്റെ മോഹാലസ്യത്തിന് കാരണമെന്ന് തിരക്കിയ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു, മാധവ, എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് കാണുന്നില്ലേ? എല്ലാവരും സ്വജനങ്ങൾ, അടുത്ത ബന്ധുക്കൾ. ഇവരെയൊക്കെ കൊല്ലുന്നത് അധർമ്മമാണ്. അവരെ കൊന്നിട്ട് രാജ്യം നേടിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വേണ്ട, എനിക്ക് രാജ്യവും ധനവും ഒന്നും വേണ്ട. എന്നെക്കൊണ്ട് ഇവർക്കെതിരായി യുദ്ധം ചെയ്യുവാൻ സാധ്യമല്ല. അർജുനൻ ആയുധങ്ങളെല്ലാം താഴെയിട്ട് അധോമുഖനായിരുന്നു. എന്നാൽ ഇത് കണ്ട് കൃഷ്ണൻ അശേഷം പതറിയില്ല. അദ്ദേഹം കുറച്ചു സമയം അർജുനനെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം അർജുനന്റെ വിഷാദം അകറ്റുന്നതിന് ആവശ്യമായ ഉപദേശം നൽകുകയാണുണ്ടായത്. പ്രസ്തുത ഉപദേശമാണ് അനശ്വരവും അനർഘവുമായ വിശുദ്ധ ഭഗവത്ഗീത. ഭൗതിക ജീവിതത്തിന്റെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഏതൊരുവനും കർമ്മോന്മുഖനാകുന്നതിന് ഉപകരിക്കുന്നതായിരുന്നു ആ ഉപദേശങ്ങൾ. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അജ്ഞാനിയായാലും വിജ്ഞാനിയായാലും ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം നിറവേറ്റുന്നതിനു വേണ്ടി ബലചേഷ്ട കൂടാതെ പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ബോധനമാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൂടി നൽകിയത്. സ്വധർമ്മനുഷ്ഠാനം എല്ലാവരുടെയും കർത്തവ്യമാണ്. അതിന് പ്രതിബന്ധമുണ്ടാക്കുന്ന പരിതസ്ഥിതികളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ പലരുടെയും മനസ്സിൽ ആശയങ്ങൾ തമ്മിൽ സംഘടനകൾ സ്വാഭാവികമായും ഉണ്ടാകും. അവയെ വിജയപൂർവ്വം തരണം ചെയ്ത് എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ള മാർഗദർശനം അരുളുകയായിരുന്നു ഭഗവാൻ ഗീതോപദേശത്തിലൂടെ. ഭഗവത്ഗീത പ്രത്യേക പഠനമർഹിക്കുന്ന ഒരു ആധ്യാത്മിക തത്വസംഹിത ആയതുകൊണ്ട് അതേപ്പറ്റിയുള്ള കൂടുതൽ വിശദീകരണം ഞാനിപ്പോൾ പറയുന്നില്ല. തുടരുന്നു. ഭഗവാന്റെ ദീർഘമായ ഉപദേശം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനന്റെ മൗഢ്യം മാറി. എല്ലാ സംശയങ്ങളും നീങ്ങി. ദൃഢചിത്തനായി പൂർവാധികം വീര്യവാനും ഉത്സാഹശാലിയുമായി തീർന്ന അർജുനൻ തൻ്റെ ദേവദത്തം എന്ന ശംഖെടുത്ത് ഉച്ചത്തിൽ ഊതി. ഗാണ്ഡീവം കയ്യിലെടുത്ത് അട്ടഹസിച്ചു. ശംഖുനാദവും അട്ടഹാസവും കേട്ട് പാണ്ഡവ വ്യൂഹം മുഴുവൻ ആവേശപൂർവം കർമ്മോന്മുഖരായി. അവർ കൗരവരോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി. ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ തൻ്റെ കവചമഴിച്ചു. ആയുധങ്ങൾ താഴെ വെച്ചു. അദ്ദേഹം തേരിൽ നിന്ന് ചാടിയിറങ്ങി. ശത്രു സൈന്യങ്ങളുടെ അണികളിലേക്ക് തൊഴുകൈയുമായി നടന്നു. ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അമ്പരെന്ന സഹോദരന്മാർ ഓരോരുത്തരായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അവരെല്ലാം അദ്ദേഹത്തോട് ഓരോന്ന് ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എന്താണ് ഉദ്ദേശമെന്നും മറ്റും ആരാഞ്ഞു. എന്നാൽ യുധിഷ്ഠിരൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം മൗനമായി മുന്നോട്ട് നടക്കുക മാത്രമാണ് ചെയ്തത്. ആയുധങ്ങളൊന്നുമില്ലാതെ തൊടുകൈയോടെ ഭ്രാതാക്കളാൽ അനുഗ്രതരായി നടന്നു പോകുന്ന യുധിഷ്ഠിരനെ കണ്ടപ്പോൾ കൗരവ സൈന്യം വിചാരിച്ചത് ധാർത്തരാഷ്ട്രന്മാരുടെ സൈന്യബലം കണ്ട് ഭയപ്പെട്ട്
അവരോട് സന്ധി പറയുവാൻ പോവുകയാണെന്നാണ്. അവർ പാണ്ഡവന്മാരെ പുച്ഛിച്ച് ആർപ്പ് വിളിച്ചു. അവരിൽ ചിലർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ധർമ്മരാജാവ് പേടിച്ചു വിറച്ച് അനുജന്മാരോടും കൂടി ഭീഷ്മരെ ശരണം പ്രാപിക്കുവാൻ വരുന്നത് നോക്കൂ. ഹോ, ഇവൻ ക്ഷത്രിയൻ തന്നെയാണോ? മഹാ പേടിത്തൊണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പുറപ്പെടുമോ? ഹാ കഷ്ടം. ഹർഷമടക്കുവാൻ കഴിയാതെ കൗരവ സൈന്യം ഉത്തരീയങ്ങളും മറ്റും ആകാശത്തിൽ വീശി അവരുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. പിന്നെയും യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും നിന്ദിക്കുന്ന വിധത്തിൽ പലതും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും യുധിഷ്ഠിരന് ഒരു ഉലക്കവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മന്ദം നടന്ന് തൊഴുകൈയോടെ ഭീഷ്മരുടെ മുന്നിലെത്തി. അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു, പിതാമഹ, ഞങ്ങൾ അങ്ങയെ എതിർക്കുവാൻ പോവുകയാണ്. അനുവാദം തന്നാലും ആശിസ്സുക്കൾ നൽകി അനുഗ്രഹിച്ചാലും. യുദ്ധത്തിന് ചട്ടയായിട്ട് വില്ലും ശരവുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭീഷ്മർ ഇത് കണ്ട് വികാരവിവശനായി. അദ്ദേഹം യുധിഷ്ഠിരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ണി, നീ ഈ സന്ദർഭത്തിൽ ഇപ്രകാരം വന്നത് നന്നായി. നീ വന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകുമാറ് നിന്നെ ഞാൻ ശപിച്ചേനെ. യുധിഷ്ഠിര, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ യുദ്ധം ചെയ്ത് ജയം നേടുക. ഞാൻ എന്തു വരമാണ് നിനക്ക് തരേണ്ടത്? പുരുഷൻ അർത്ഥത്തിന് ദാസനാണ്. എന്നെ കൗരവർ അർത്ഥത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊഴികെ മറ്റെന്തും നൽകുവാൻ ഞാൻ സന്നദ്ധനാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, പിതാമഹ, അങ്ങന്റെ വിജയത്തിനു വേണ്ടി ആശംസിക്കുക. ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യുക. ഇതാണ് എനിക്ക് നൽകേണ്ട വരം. കൂടാതെ ഭവാനെ എങ്ങനെയാണ് ജയിക്കുവാൻ കഴിയുക എന്ന് എനിക്ക് പറഞ്ഞു തരികയും വേണം. ഭീഷ്മർ പറഞ്ഞു, എന്നോട് പടക്കളത്തിൽ പൊരുതി ജയിക്കുവാൻ ആർക്കും സാധിക്കില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, അയ്യോ, അതുകൊണ്ട് തന്നെ പിതാമഹ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ശത്രുക്കൾ അങ്ങയെ എങ്ങനെ വധിക്കണം? അതിനുവേണ്ടി ഉപായം പറഞ്ഞു തരണമേ. ഭീഷ്മർ പറഞ്ഞു, എനിക്ക് മരിക്കുവാനുള്ള സമയമായിട്ടില്ല. നീ ഇപ്പോൾ പോയിട്ട് പിന്നെ വാ. യുധിഷ്ഠിരൻ ഭീഷ്മരെ നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞു. നേരെ ദ്രോണാചാര്യന്റെ രഥത്തിന് സമീപത്ത് ചെന്നു. ദ്രോണരെ വന്നിച്ച് രഥത്തിന് വലം വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുദേവ, ഞാൻ അങ്ങയോട് പൊരുതുവാൻ പോകുന്നു. അങ്ങെന്നെ അതിനനുവദിക്കണം. സർവശത്രുക്കളെയും ജയിക്കുവാൻ അനുഗ്രഹിക്കുകയും വേണം. ദ്രോണർ പറഞ്ഞു, രാജാവേ, നിന്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ സന്തുഷ്ടനും പൂജിതനുമായിരിക്കുന്നു. ഭവാൻ പോരാടി ജയിക്കുക. എന്നെ കൗരവർ അർത്ഥത്താൽ ബന്ധിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ കൗരവർക്ക് വേണ്ടി പൊരുതുകയും നിന്റെ ജയത്തിനു വേണ്ടി ആശിക്കുകയും ചെയ്യാം. എന്നാൽ ഞാൻ പോരിൽ പൊരുതുന്ന കാലത്തോളം നിനക്ക് ജയം കിട്ടുകയില്ല. അതുകൊണ്ട് ഭവാൻ കഴിയുന്നത്ര വേഗത്തിൽ എന്നെ വധിക്കുവാൻ ശ്രമിക്കുക. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാബാഹോ, ഇങ്ങനെയൊക്കെയാണ് സത്യസ്ഥിതിയെങ്കിൽ അങ്ങയെ ഞങ്ങൾ എങ്ങനെ ജയിക്കും? എന്തുപായത്താലാണ് ഞങ്ങൾ അങ്ങയെ വധിക്കേണ്ടത്? ദ്രോണർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആയുധമുള്ളിടത്തോളം കാലം എന്നെ വീഴ്ത്തുവാൻ ആർക്കും സാധ്യമല്ല. പോരിൽ ഞാൻ അപ്രിയൻ കേട്ടാൽ ആയുധം താഴ്ത്തു വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. യുധിഷ്ഠിരൻ ദ്രോണനെ വണങ്ങിയിട്ട് നേരെ കൃപന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹം കൃപനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രഭു, ഞാൻ അങ്ങയെ എതിർത്ത് യുദ്ധം ചെയ്യുവാൻ പോകുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. നീ ഗുരുത്വമുള്ളവനാണെന്ന് കൃപാചാര്യർ പറഞ്ഞു. തുടർന്ന് ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നുവെന്നും ഞാൻ കൗരവന്മാരോട് കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്കു വേണ്ടി യുദ്ധം ചെയ്യാതെ നിവൃത്തിയില്ല എന്നും, എന്നാൽ നിന്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്നും, ഞാൻ അവധ്യനായതുകൊണ്ട് നിനക്കെന്നെ കൊല്ലുവാൻ കഴിയുകയില്ല, എങ്കിലും നീ യുദ്ധം ചെയ്തെന്നെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു. നിനക്ക് ജയമുണ്ടാകുമെന്നും പറഞ്ഞു. അതിനുശേഷം യുധിഷ്ഠിരൻ ശല്യനെ കണ്ട അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി. അദ്ദേഹത്തോട് വിട പറഞ്ഞ സമയത്ത് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അംഗരാജൻ വൈകർത്തനൻ കർണനെ തേജോവധം ചെയ്യാമെന്നേറ്റിട്ടുള്ള വസ്തുത ശല്യനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശല്യൻ യുധിഷ്ഠിരന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരെയും ദ്രോണനെയും കണ്ട സമയത്ത് കൃഷ്ണൻ കർണനെ സമീപിച്ച് അവനെ പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ശ്രമം കൂടി നടത്തിയെങ്കിലും ദുര്യോധനെതിരായി യാതൊന്നും ചെയ്യുകയില്ലെന്നുള്ള കർണന്റെ ഉറച്ച തീരുമാനത്തിന് യാതൊരിളക്കവും ഉണ്ടായില്ല. യുധിഷ്ഠിരൻ കൗരവ സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് മടങ്ങുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹേ വീരന്മാരെ, നമ്മെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ക്ഷണിക്കുന്നു. എന്നോടൊപ്പം വന്നാലും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്രന് ദാസിയിലുണ്ടായിരുന്ന യുയുത്സു സന്തോഷത്തോടെ മുന്നോട്ട് വന്ന്
യുധിഷ്ഠിരന്റെ കൂടെ ചേരുവാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ധർമ്മപുത്രൻ യുയുത്സുവിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മനെയും മറ്റും വന്ദിച്ചതും ആശീർവാദം വാങ്ങിയതും സൈന്യങ്ങളുടെ ഇടയിൽ ചൂടേറിയ സംസാര വിഷയമായി. എല്ലാവരും യുധിഷ്ഠിരന്റെ പ്രവൃത്തിയെ അങ്ങേയറ്റം ശ്ലാഘിച്ചു. ഇരുഭാഗം സൈന്യങ്ങളും ആക്രമണോത്സരകരായി. കൊമ്പും കുഴലും വാദ്യാഘോഷങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ ചിനയ്ക്കലും യോദ്ധാക്കളുടെ ആർപ്പുവിളികളും അട്ടഹാസങ്ങളും ആകാശമണ്ഡലത്തെ ഭേദിച്ചു. ദുശാസനന്റെ നേതൃത്വത്തിൽ കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തോട് ഏറ്റുമുട്ടി. പാണ്ഡവ സൈന്യം ഭീമസേനന്റെ നേതൃത്വത്തിൽ തിരിച്ചടിച്ചു. മഹാമയൻ ഭീഷ്മരും ഗാണ്ഡീവധാരി അർജുനനും തമ്മിൽ, മഹാബാഹുവായിട്ടുള്ള ഭീമസേനനും ദുര്യോധനനും തമ്മിൽ, ശല്യനും യുധിഷ്ഠിരനും ദൃഷ്ടദ്യുമ്നനും ദ്രോണനും പരസ്പരം ഏറ്റുമുട്ടി. ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അമ്പുകൾ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ചിന്നിമിന്നി. കടുത്ത വാശിയോടുകൂടിയ ആയോധനത്തിൽ ആർക്കുമാരെയും വെല്ലുവാൻ കഴിഞ്ഞില്ല. ഇരുഭാഗത്തുമുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരും വീറോടെ പൊരുതി. മഹാവില്ലാളിയായ സാത്യകി കൃതവർമാവിനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരൻ ശല്യനോടാണ് പോരാടിയത്. ദുശാസനൻ ബലവാനായ നകുലനോട് മർമ്മം കീറുന്ന അസംഖ്യം കൂർത്തമൂർത്ത ബാണങ്ങൾ എയ്തു. എന്നാൽ നകുലൻ ദുശാസനന്റെ കൊടിയും അമ്പും വില്ലും ബാണം കൊണ്ട് തകർത്തു. ദുർമുഖൻ ശക്തനായ സഹദേവനോടേറ്റ് കിണഞ്ഞു തീർത്ത് അവനിൽ ശരവർഷം തൂങ്ങി. അപ്പോൾ സഹദേവൻ ദുർമുഖന്റെ സൂതനെ കൂർത്തമൂർത്ത ശരമെയ്ത് വീഴ്ത്തി. മദ്രരാജാവായ ശല്യനോടേറ്റ യുധിഷ്ഠിരന്റെ വില്ല് മദ്രരാജാവ് രണ്ടായി ഖണ്ഡിച്ചു. മുറിഞ്ഞ വില്ലുപേക്ഷിച്ച് ധർമ്മപുത്രൻ ഉറപ്പും ഊക്കുമുള്ള മറ്റൊരു വില്ലെടുത്തു. ക്ഷണത്തിൽ മൂർച്ചയേറിയ ശരങ്ങളുടെ വർഷം കൊണ്ട് മദ്രരാജാവിനെ മൂടി. മഹാമയൻ ഭീഷ്മർ എല്ലായിടത്തും ഒരുപോലെ ഓടി നടന്ന് പോരാടി. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ നിഷ്കരണം എയ്തു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട് അർജുനപുത്രനായ അഭിമന്യു ഭീഷ്മരോട് ഏറ്റുമുട്ടി. ഏറ്റവും പ്രായം കൂടിയ ഗാംഗേയനും ഏറ്റവും പ്രായം കുറഞ്ഞ അഭിമന്യുവും കൂടി നടത്തിയ ഈ ദ്വന്ദ്വയുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഇത് കാണുവാൻ ദേവന്മാർ പോലും ആകാശത്തിൽ അണിനിരന്നു. ഭീഷ്മനോടൊപ്പം അഭിമന്യുവിനെ ആക്രമിച്ച കൃതവർമാവിൻ്റെയും ശല്യൻ്റെയും നേർക്ക് നിരവധി അസ്ത്രങ്ങൾ അനായാസേന അയച്ച് അഭിമന്യു അവരെ അസ്തവീര്യരാക്കി. ഭീഷ്മന്റെ ശരീരത്തിൽ 9 അമ്പുകളെ ഇത് തറപ്പിച്ചു. ദുര്യോധന സഹോദരനായ ദുർമുഖന്റെ തേരാളിയെ കൊന്നു. കൃപാചാര്യരുടെ വില്ലുപോലും അഭിമന്യു മുറിക്കുകയുണ്ടായി. കണ്ടുനിന്നവരെല്ലാം അഭിമന്യുവിന്റെ യുദ്ധപാടവം കണ്ട് അവനെ പുകഴ്ത്തി. അർജുനന്റെ മഹത്വത്തിന് അനുരൂപനായ പുത്രൻ ഭീഷ്മർ അഭിമന്യുവിന്റെ കഴിവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: കൗരവ നേതാക്കന്മാർ ഒരുമിച്ച് അഭിമന്യുവിനെ എതിർത്തു. എന്നാൽ അവൻ തെല്ലും കൂസാതെ അവരോടെല്ലാം പടവെട്ടി. അവന്റെ അസ്ത്രമേറ്റ് ഭീഷ്മന്റെ കൊടിമരം മുറിഞ്ഞു. അവന്റെ നേർക്ക് വന്ന അസ്ത്രങ്ങളെയെല്ലാം അവൻ തികഞ്ഞ ലാഘവത്തോടെ അമ്പെയ്ത് തട്ടിത്തെറിപ്പിച്ചു. ഇതേ സമയം വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ ശല്യനോട് ഏറ്റുമുട്ടി. ഉത്തരൻ ആനപ്പുറത്തിരുന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഗജവീര്യൻ ശല്യന്റെ കുതിരകളെ ചവിട്ടി മെതിച്ചു കൊന്നു. ശല്യൻ ഉടൻ തന്നെ ഒരു വേലെടുത്ത് ശക്തിയായി ഉത്തരന്റെ നേർക്കെറിഞ്ഞു. ഉത്തരന്റെ ചട്ടയെ ഭേദിച്ച് നെഞ്ചിൽ തന്നെ അത് തറച്ചു കയറി. ഉത്തരൻ ആനപ്പുറത്തു നിന്ന് താഴെ വീണു. അവൻ പരലോകം പോയി. ഉത്തരന്റെ ആന ശല്യന്റെ രഥവും തകർത്തുകൊണ്ട് മുന്നേറിയെങ്കിലും ശക്തനായ ശല്യൻ ആനയുടെ തുമ്പിക്കരം ഛേദിച്ച് അതിനെ തറയിൽ വീഴ്ത്തി. രഥം നഷ്ടപ്പെട്ട ശല്യൻ കൃതവർമാവിന്റെ രഥത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഉത്തരന്റെ സഹോദരനായ ശ്വേതൻ തന്റെ അനുജൻ മരിച്ചത് കണ്ടപ്പോൾ വർദ്ധിച്ച രോഷത്തോടെ അതിന്റെ കാരണക്കാരനായ ശല്യന്റെ നേരെ പാഞ്ഞു. അപ്പോഴേക്കും അനേകം യോദ്ധാക്കൾ ശല്യന്റെ സഹായത്തിന് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ശ്വേതൻ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവന്റെ കോപാഗ്നി ഉജ്ജ്വലമായി ആളിക്കത്തി. ശല്യനും അദ്ദേഹത്തിന്റെ അനുയായികളും ശ്വേതന്റെ മേൽ മേഘത്തിൽ നിന്നുള്ള കൊള്ളിമീൻ കണക്കെ അസ്ത്രങ്ങൾ വർഷിച്ചു. എങ്കിലും ശ്വേതൻ അതെല്ലാം തന്നെ വിദഗ്ധമായി തടുക്കുകയും ശല്യന്റെയും കൂട്ടരുടെയും മേൽ അത്ഭുതകരമായ വിധത്തിൽ അസ്ത്രങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ പടക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് മഹാമയൻ ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ എയ്തു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. കണക്കില്ലാത്തവണ്ണം ക്ഷത്രിയരെയും സൈന്യങ്ങളെയും ആനകളെയും കുതിരകളെയും ഭീഷ്മർ കൊന്നുവീഴ്ത്തി. ഭീമസേനൻ, അർജുനൻ, ദ്രുപദൻ എന്നിവരൊക്കെ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം പൊരുതി. ആർക്കും അന്തകതുല്യനായ ആ വയോധികന്റെ മുന്നിൽ അധിക നേരം എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ പിന്മാറി. അപ്പോഴും ശ്വേതൻ നിർബാധം കൗരവ പ്രമാണികളെയും പടയെയും കൊന്നുവീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അനവധി വാഹനങ്ങളെയും സൈന്യങ്ങളെയും അയാൾ നശിപ്പിച്ചു.
കൗരവ സംഘമൊട്ടാകെ ശ്വേതന്റെ ആക്രമണത്തിന് ഇരയായി. അവർ വല്ലാതെ വിഷമിച്ചു. പാണ്ഡവപക്ഷത്തുള്ള ചില പ്രമാണികൾ കൂടി അവന്റെ സഹായത്തിന് എത്തിയതോടെ ശ്വേതന്റെ ശക്തി അജയമായി. ശ്വേതന്റെ ഉഗ്രമായ ആക്രമണത്തെ തടയാതിരുന്നാൽ കൗരവസേന ഛിന്ന ഭിന്നമാകുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ശ്വേതനോട് ഏറ്റുമുട്ടുവാനായി ഒരുമ്പെട്ടു. ഭീഷ്മരും ശ്വേതനും കൂടി നടത്തിയ യുദ്ധം വർണ്ണനാതീതമായിരുന്നു. അതിഭയങ്കരങ്ങളായ പല ദിവ്യായുധങ്ങളും അവർ പ്രയോഗിച്ചു. ഒന്നിലധികം പ്രാവശ്യം ശ്വേതൻ ഭീഷ്മരുടെ വില്ലു മുറിച്ചു, കൊടിമരം മുറിച്ചിട്ടു. അവസാനമായി ഭീഷ്മരുടെ സൂതനെയും കുതിരകളെയും ശ്വേതൻ കൊന്നു. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. ഇരുകക്ഷിയിലും പെട്ട മറ്റുള്ളവരും ശക്തമായി പോരടിക്കുന്നുണ്ടായിരുന്നു. ശ്വേതൻ വില്ലു താഴെ വെച്ചിട്ട് പൊന്മയമായ വേൽ കയ്യിലെടുത്തു. കാലദണ്ഡം പോലെ ക്രൂരവും ഭയങ്കരവുമായ ശക്തി എന്ന ആ വേൽ ഭീഷ്മരുടെ നേരെ എറിഞ്ഞു. ഈ വേലിനെ ഭീഷ്മർ 8 ശരങ്ങളയച്ച് 9 മുറിച്ചു. ഈ മഹാത്ഭുതം കണ്ട് എല്ലാവരും തരിച്ചു നിന്നുപോയി. വേൽ മുറിഞ്ഞത് കണ്ട് കോപാക്രാന്തനായ ശ്വേതൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. അതിനുശേഷം അവൻ ഗദയും എടുത്തുകൊണ്ട് തേരിൽ നിന്ന് ചാടിയിറങ്ങി മഹാമയന്റെ നേർക്ക് പാഞ്ഞു. തേരിലെ ലാക്കാക്കി ഗദ കൊണ്ട് പ്രഹരിച്ചു. ഇത് പ്രതീക്ഷിച്ചു നിന്ന ഭീഷ്മർ അടിയേൽക്കുന്നതിനു മുമ്പായി തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഗദാപ്രഹരമേറ്റ് തേരും കുതിരകളും സൂതനുമൊക്കെ തകർന്നുപോയി. ഭീഷ്മർ മറ്റൊരു തേരിൽ കയറി ശ്വേതനോട് ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധം പിന്നെയും കുറച്ചുനേരം കൂടി നീണ്ടുനിന്നു. ശ്വേതന്റെ ശരം കൊണ്ട് ഭീഷ്മരുടെ ദേഹം മുറിയുകയും രക്തമൊലിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം അതൊന്നും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് ധാരമുറിയാതെ അമ്പുകൾ പ്രവഹിച്ചു. അധികം താമസിയാതെ ഭീഷ്മരുടെ തീക്ഷ്ണ ശരമേറ്റ് മാറുവിളർന്ന് ശ്വേതൻ മരിച്ചു വീണു. അത് കണ്ട കൗരവർ ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കി. ദുശാസനൻ സന്തോഷമടക്കുവാൻ കഴിയാതെ വിധം നൃത്തം വെച്ചു. പാണ്ഡവരുടെ മുഖം മ്ലാനമായി. എങ്കിലും അവർ നിരാശരായില്ല. ഉടൻ തന്നെ ശംഖൻ എന്ന സേനാപതി ശ്വേതന്റെ സ്ഥാനമേറ്റെടുത്ത് കൗരവപ്പടയോട് ഏറ്റുമുട്ടി. അർജുനനും ഭീമനും മറ്റു ക്ഷത്രിയ നായകന്മാരും ശംഖന്റെ പിന്നിലും ഇരുഭാഗങ്ങളിൽ നിന്ന് അവനെ സഹായിച്ചു. ശ്വേതനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മർ ക്ഷീണിതനായിരുന്നുവെങ്കിലും പൂർവാധികം ഉന്മേഷവാനായി കാണപ്പെട്ടു. ശല്യനും അദ്ദേഹത്തിന് തുണയ്ക്കുണ്ടായിരുന്നു. ശംഖൻ ഒറ്റയ്ക്ക് തന്നെ ഭീഷ്മരോടും ശല്യനോടും പോരാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശല്യൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി ശംഖന്റെ തേര് ഗദ കൊണ്ട് അടിച്ചു തകർത്തു. ശംഖൻ അർജുനന്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. ഭീഷ്മരും ശല്യനും കൂടി പാണ്ഡവപക്ഷത്തിൽപ്പെട്ട ധാരാളം സൈന്യങ്ങളെ കൊന്നൊടുക്കി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. 1-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരുവിഭാഗവും സൈന്യങ്ങളും താന്താങ്ങളുടെ നിലകളിലേക്ക് മടങ്ങി. ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവർക്ക് കുറച്ച് പരാജയമാണ് ഉണ്ടായത്. അവരുടെ പ്രമുഖരായ സേനാനായകന്മാരിൽ ഉത്തരനും ശ്വേതനും മരിച്ചു. വളരെയധികം സൈന്യങ്ങളും ഗജങ്ങളും അശ്വങ്ങളും ചത്തൊടുങ്ങി. ധാരാളം രഥങ്ങൾ നശിച്ചു. കൗരവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ വിനാശം സംഭവിച്ചത് പാണ്ഡവന്മാർക്ക് തന്നെയായിരുന്നു. യുധിഷ്ഠിരൻ ഇതറിഞ്ഞ് ആകെ അസ്വസ്ഥനായി. ഇങ്ങനെ പോയാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭീഷ്മരും ദ്രോണരും മറ്റും ചേർന്ന് പാണ്ഡവരെ നാമാവിശേഷമാക്കുമെന്ന ഭീതി അദ്ദേഹത്തിനുണ്ടായി. ശിബിരത്തിലെത്തിയിട്ടും ഭക്ഷണം കഴിക്കുവാനോ വിശ്രമിക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം കൃഷ്ണന്റെ അടുക്കൽ ആവലാതി പറയുവാൻ തുടങ്ങി. ഭീഷ്മരോട് എതിർക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ല. നാം പരാജയപ്പെടുകയുള്ളൂ. പിന്നെ എന്തിനാണ് യുദ്ധം നാം ആളുകളെയെല്ലാം കൊല്ലിക്കുന്നത്? യുദ്ധം നിർത്തി നമുക്ക് വീണ്ടും കാട്ടിലേക്ക് തന്നെ പോകാം. അതാണ് നല്ലത്. ഇത് കേട്ട കൃഷ്ണൻ ധർമ്മപുത്രനെ സ്വാന്തന വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു. വീരശൂരന്മാരായ പാണ്ഡവ സഹോദരന്മാരും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ദ്രുപദനും വിരാടനുമൊക്കെ ധീരതയോടെ പോരാടിയെന്നും പാണ്ഡവർ യുദ്ധത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ് യുധിഷ്ഠിരന് ധൈര്യം പകർന്നു. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സമാധാനം വീണ്ടെടുത്ത യുധിഷ്ഠിരൻ അടുത്ത ദിവസത്തെ യുദ്ധം നടത്തേണ്ട രീതിയെപ്പറ്റി എല്ലാവരുമായി ചർച്ച ചെയ്തു. ആദ്യ ദിവസത്തെ പരാജയം കാര്യമാക്കാതെ അടുത്ത ദിവസം കൗരവരോട് ദൃഢചിത്തതയോടും ധൈര്യത്തോടും കൂടി പോരുവാടുവാൻ തീരുമാനിച്ച ശേഷം എല്ലാവരും വിശ്രമിച്ചു. അങ്ങനെ യുദ്ധത്തിൻ്റെ 2-ാം ദിവസം പ്രഭാതത്തിന് മുമ്പ് തന്നെ ദൃഷ്ടദ്യുമ്നൻ തൻ്റെ സൈന്യങ്ങളെ ക്രൗഞ്ചവ്യൂഹം ചമച്ച് പോർക്കളത്തിൽ തയ്യാറാക്കി നിർത്തി. തലേ ദിവസത്തെ വിജയത്തിൽ ആഹ്ലാദിതനായ ദുര്യോധനൻ നേരത്തെ പോർക്കളം പരിശോധിക്കുവാൻ വന്നിരുന്നു. അപ്പോഴാണ് ക്രൗഞ്ചവ്യൂഹത്തിൽ സുദൃഢമായി ബന്ധിച്ചിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടത്. ആദ്യ ദിവസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അല്പമായിട്ടെങ്കിലും പരാജിതരാവുകയും ചെയ്ത പാണ്ഡവന്മാർ ഇത്രയും നേരത്തെ പോർക്കളത്തിലെത്തിയിരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല.
ഒറ്റ നോട്ടം കൊണ്ട് തന്നെ പാണ്ഡവ സൈന്യത്തിൻ്റെ സ്ഥിതി തലേ ദിവസത്തതുപോലെ തന്നെ അല്ലെന്ന് അവന് മനസ്സിലായി. ദുര്യോധനനെ കണ്ടയുടൻ തന്നെ പാണ്ഡവ സൈന്യം ആർത്തട്ടഹസിച്ചു. ഉച്ചത്തിൽ ശംഖൂതുകയും കൊമ്പ് വിളിക്കുകയും ചെയ്തു. ദുര്യോധനൻ പരിഭ്രമിച്ച് വേഗം തൻ്റെ ശിബിരത്തിലേക്ക് മടങ്ങി. കൗരവ സൈന്യത്തെ പടക്കളത്തിലേക്ക് നയിക്കുവാൻ സേനാനായകന്മാർക്ക് ആജ്ഞ കൊടുത്തു. കൗരവ സൈന്യം പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു. ഭീഷ്മർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൗരവ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ലെന്ന് ദുര്യോധനൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഭീഷ്മരെ രക്ഷിക്കുന്നതിന് എപ്പോഴും ഒരു സംഘം വിദഗ്ധരായ ക്ഷത്രിയ നേതാക്കളും യോദ്ധാക്കളും ഭീഷ്മരുടെ ചുറ്റും ഉണ്ടായിരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ അവൻ ചെയ്തു. കൂടാതെ ഭീഷ്മരുടെ രക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണമെന്ന് അദ്ദേഹം എല്ലാ സേനാനായകന്മാർക്കും നിർദ്ദേശം നൽകി. ഇതൊക്കെ ചെയ്തിട്ടും തൻ്റെ സൈന്യത്തിന് എന്തോ പോരായ്മയുണ്ടെന്നുള്ള ഒരു തോന്നൽ ദുര്യോധനൻ്റെ മനസ്സിൽ കടന്നുകൂടി. എങ്കിലും ഭീഷ്മ ദ്രോണാദികളുടെ നേതൃത്വത്തിൽ തങ്ങൾ അജയ്യരാണെന്ന് വിശ്വസിക്കുവാൻ അവൻ ശ്രമിച്ചു. സേനാനായകന്മാർ തങ്ങളുടെ സൈന്യങ്ങളെ വ്യൂഹബന്ധനം ചെയ്ത് പോരിന് സജ്ജമാക്കി നിർത്തി. സൈന്യത്തിന്റെ മധ്യത്തിലെത്തിയ ദുര്യോധനൻ അഹങ്കാര പ്രമത്തനായി അത്യുച്ചത്തിൽ അവരോട് പറഞ്ഞു: വീരന്മാരായ യോദ്ധാക്കളെ, ധീരമായി പോരാടുക. നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. തലേ ദിവസത്തേക്കാൾ വളരെയധികം ഭയങ്കരവും കോരിത്തെരിപ്പിക്കുന്നതുമായ യുദ്ധം ആരംഭിച്ചു. ഭീഷ്മരുടെ നിസ്താന്ത്രമായ അസ്ത്രപ്രവാഹമേറ്റ് പാണ്ഡവരുടെ വ്യൂഹം ഛിന്ന ഭിന്നമായി. അദ്ദേഹം പോർക്കളത്തിലെല്ലാം ഓടി നടന്ന് പാണ്ഡവ പടയെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട് പാണ്ഡവ പക്ഷത്തുള്ളവർ അന്താളിച്ചു. അർജുനൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു: വാർഷണേയ, ഇക്കണക്കിന് പോയാൽ ഭീഷ്മർ പാണ്ഡവ പടയെ ഉന്മൂലന നാശം ചെയ്യുന്നതിന് അധിക സമയം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. ഭീഷ്മരെ കഴിയുന്നതും വേഗം വധിക്കാം. ശരി, അതിന് തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു. കൃഷ്ണൻ എന്നിട്ട് വാനര ചിഹ്നമുള്ള കൊടി പറക്കുന്ന അർജുനരഥം മിന്നൽ വേഗത്തിൽ ഭീഷ്മരഥത്തിൻ്റെ അടുക്കിലേക്ക് പായിച്ചു. ഇത് കണ്ട് കൗരവ നേതാക്കൾ അർജുനനെ തടയുവാൻ ശ്രമിച്ചു. എന്നാൽ അജയ്യനായ അർജുനനോട് അവർക്കാർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് അനവരതം പ്രവഹിച്ചുകൊണ്ടിരുന്ന അർജുനാസ്ത്രങ്ങൾ കൗരവ പ്രമാണികളെ എയ്തി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. തൻ്റെ പടയാളികളും നായകന്മാരും മരിച്ചു വീഴുന്നത് കണ്ട പരിഭ്രാന്തരായ ദുര്യോധനൻ ഗാംഗേയനോട് പറഞ്ഞു: പിതാമഹ, അർജുനനും കൃഷ്ണനും കൂടി നടത്തുന്ന ആക്രമണം അങ്ങ് കാണുന്നില്ലേ? അങ്ങയെയും ദ്രോണാചാര്യനെയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ കൗരവ സൈന്യങ്ങളെ കൊന്നൊടുക്കുമെന്നാണ് തോന്നുന്നത്. അർജുനനോട് എതിർക്കുവാൻ കഴിവുള്ള കർണൻ അങ്ങ് കാരണം ആയുധം താഴ്ത്തു വെച്ചിരിക്കുന്നു. ഇത്തരുണത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കാണ് അർജുനനെ ഒതുക്കുവാൻ കഴിവുള്ളത്? ഭീഷ്മർ അർജുനനോട് ഏറ്റുമുട്ടി. അവരിരുവരും കൂടി നടത്തിയ യുദ്ധം രണഭൂമിയൊക്കെ കിടിലം കൊള്ളിച്ചു. ഭീഷ്മർ അസംഖ്യം അസ്ത്രങ്ങൾ ധനഞ്ജയനിൽ ചുരിഞ്ഞു. എന്നാൽ അതെല്ലാം വിദഗ്ധമായി തടഞ്ഞുകൊണ്ട് അർജുനൻ തിരിച്ചും അസ്ത്രങ്ങൾ അയച്ചു. അവൻ ഭീഷ്മരെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയെന്ന് പറയാം. എങ്കിലും ഭീഷ്മർ അടിപതറാതെ അർജുനാസ്ത്രങ്ങളെ നേരിട്ടു. ക്രോധാവിഷ്ടനായ ഭീഷ്മർ കൃഷ്ണന്റെ നേർക്കും അസ്ത്രങ്ങൾ അയച്ചു. അതിൽ ചിലത് മാധവന്റെ ശരീരത്തിൽ കൊള്ളുകയും രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. ആ സമയത്ത് ഭഗവാന്റെ ശരീരം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഉരിക്കും മരം പോലെ മനോഹരമായി കാണപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ഭീഷ്മരെ എതിർക്കുവാനുള്ള അർജുനന്റെ ആവേശം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കൂർത്തമൂർത്ത ബാണങ്ങളയച്ച് ഭീഷ്മരുടെ സൂതനെ വീഴ്ത്തി. ഇരുവരും പല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ചു. എങ്കിലും രണ്ടുപേരും തുല്യനിലയിൽ നിന്നതല്ലാതെ ശക്തിയിലോ സാമർത്ഥ്യത്തിലോ ശസ്ത്രലാഘവത്തിലോ ഏറ്റക്കുറവുകൾ ഉണ്ടായില്ല. ഇരുവരുടെയും യുദ്ധം കാണുന്നതിനായി ആകാശത്തിൽ അണിനിരന്ന ദേവന്മാരും ഗന്ധർവന്മാരും ഇരുവരെയും അത്യധികമായി പ്രശംസിച്ചു. നരവീരന്മാരായ അവരുടെ വിക്രമം കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. വളരെ നേരം യുദ്ധം ചെയ്തിട്ടും ആർക്കും ജയാപരാജയങ്ങൾ ഉണ്ടായില്ല. ഈ സമയത്ത് മറ്റൊരിടത്ത് ദ്രോണനും ദൃഷ്ടദ്യുമ്നനും കൂടി പ്രചണ്ഡമായ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. ദ്രോണന്റെ ആജന്മ ശത്രുവായ ദൃഷ്ടദ്യുമ്നനോട് ഉഗ്രമായി ഏറ്റുമുട്ടിയ ദ്രോണന്റെ ബാണങ്ങളേറ്റ് ദൃഷ്ടദ്യുമ്നന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായി. എങ്കിലും തെല്ലും കൂസലില്ലാതെ അവൻ ദ്രോണനോട് പോരാടി. ദ്രോണൻ ദൃഷ്ടദ്യുമ്നന്റെ തേരാളിയെ കൊന്നുവീഴ്ത്തി. അപ്പോൾ പാഞ്ചാലൻ ഒരു ഗദയുമെടുത്ത് ദ്രോണനോടടുത്തു. എന്നാൽ ദ്രോണൻ ശരം കൊണ്ട് ഗദ പൊളിച്ചു കളഞ്ഞു. ഉടൻ തന്നെ വാളുമായി ദൃഷ്ടദ്യുമ്നൻ മുന്നോട്ട് കുതിച്ചു. തൻ്റെ ഇരയായ ആനയെ ലാക്കാക്കി ചാടുന്ന സിംഹത്തെ പോലെ പാഞ്ഞ ദൃഷ്ടദ്യുമ്നനെ ദ്രോണൻ അനവധി അമ്പുകൾ അയച്ച് തടഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ വിഷമവൃത്തിയിലായി. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ ഉടനെ അവിടെ എത്തി. ദൃഷ്ടദ്യുമ്നനെ തൻ്റെ രഥത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴേക്കും ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം കലിംഗ രാജാവ് തൻ്റെ എല്ലാവിധ സൈനിക സന്നാഹങ്ങളോടും കൂടി ഭീമസേനോട് ഏറ്റുമുട്ടി.
അത്യന്തം ഭയങ്കരമായ യുദ്ധം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. തുടരും.